ചെയ്യാൻ പറ്റില്ല. കൊറോണ കൊറോണ എന്താ പരിപാടി? വൈകുന്നേരം ആയില്ല. വൈകിട്ട് എന്താ പരിപാടി? നമുക്ക് സിമ്പിൾ ആയിട്ട് എന്തെല്ലാം ആക്കിയാലോ? Let's go simple today. Okay, Let's go kitchen. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ? എന്താണ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്നത്? ഞങ്ങള് ഞങ്ങളുടെ തദ്ദേശമായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷ. നോർത്ത് ഇന്ത്യനാ? നീ നോർത്ത് ഇന്ത്യനാ? കാസർഗോഡുള്ള നോർത്ത് ഇന്ത്യനാ? അല്ല കാസർഗോഡ് ഡിഷ് പറയടാ. തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ട് നോക്കി നോർത്ത് ഇന്ത്യയാണ് ഞങ്ങളുടെ കാസർഗോഡ് നോർത്ത് ഇന്ത്യയാണ്. ഞങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പരശുരാമൻ നോക്കിയപ്പോ കാസർഗോഡ് നോർത്ത് ഇന്ത്യ. ഓക്കെ, നോർത്ത് ഇന്ത്യൻ ഡിഷ് എന്താ ഉണ്ടാക്കാൻ പോലെ? നീർദോശ. ഞങ്ങളുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് വെച്ചാല് ഞങ്ങള് 1 കപ്പ് പച്ചരി അല്ലെങ്കിൽ ബസ്മതി എന്തായാലും ആട്ടെ, അത് ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ വെക്കും. 8 മണിക്കൂർ. സെക്കൻഡ് ഇൻഗ്രീഡിയന്റ് വെച്ചാല് നല്ല നീർ ആയിട്ടുള്ള ചോദിച്ചു കഴിഞ്ഞാൽ വെട്ടി കഴിച്ചോണ്ടല്ലോ ഇതല്ലേ ഇതാണ് കരിക്ക്. തായ് യങ് കോക്കനട്ട്. ഇത് നമ്മുടെ നാട്ടിലെ കോക്കനട്ട് ആയാലും പോലെ. ഒരു മിനിറ്റ്, നിങ്ങളുടെ നാട്ടിലെ കോക്കനട്ട് മാത്രം പറയാൻ നോർത്ത് ഇന്ത്യയിലെ വേണമായിരിക്കും. അല്ല, ഞങ്ങൾക്ക് ഈ കോക്കനട്ടിന്റെ വെട്ടി അതിന്റെ മജ്ജയും മാംസവും ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങള് പ്രിപ്പയർ ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യൻ കോക്കനട്ട്. രണ്ടാമതെന്ന് വെച്ചാല് ജാസ്തി നീര്. ബക്കാടി ബക്കാടിയല്ല, എന്താ ഇതിനകത്ത്? വെറും നീര് മാത്രം. നീരെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലം. ഇതാണ് നീർദോശ. നീർദോശ എന്ന് പറയുന്നത് അതാണ് ജലം. മനസ്സിലായി. നീര്. രണ്ടാമത് ജലം. മൂന്നാമത്തെ വെച്ചാല് വെറും വൈനല്ലത്. പിന്നെന്താ? വെളിച്ചെണ്ണ. ചൂടാനായിട്ട് വെളിച്ചെണ്ണ വേണമല്ലോ. അത് കുപ്പി വേറെ ഇല്ലാത്തോണ്ട് ഈ കുപ്പിയിലാക്കി. അങ്ങനെ പറയരുത്. ഇതാണ് കുപ്പി. ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, നിന്റെ കയ്യിൽ എന്ത് ഉള്ളേ? നീ നോർത്ത് ഇന്ത്യൻ അല്ലേ? ഞാൻ മധ്യ കേരളം. ഒരു മിനിറ്റ്, ബെവറേജ് കുറെ ഉണ്ട്. എക്സ്ക്യൂസ് മീ. ഈ മധ്യമല്ല, ഈ മധ്യ നടുക്ക്. ഞാൻ കൊച്ചിക്കാരനാണ്, അങ്കമാലിക്കാരനാണ്. ഞാൻ കാസർഗോഡ്. ഞാൻ ജനിച്ചു വളർന്നൊക്കെ ഒരു നാടൻ എൻവയോൺമെന്റില്ല. ഐ എം എ വില്ലേജ് ബോയ്. അവിടെ നാടൻ ഞങ്ങളെ കഞ്ഞിയിൽ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ദോശയ്ക്ക് കഴിക്കാനായിട്ട് ചമ്മന്തി ഇതൊക്കെയാണ് സാധാരണ ഉണ്ടാക്കുന്നത്. നമ്മളൊരു നെല്ലിക്കയും കൊണ്ട് ഒരു ചെറിയൊരു ഐറ്റം. കുറച്ച് ചാറ് വേണം. ദോശയൊക്കെ കഴിയുമ്പോൾ കുറച്ച് ചാറ് വേണം. ഇങ്ങനെ മുക്കി അങ്ങനെ കഴിക്കാനുള്ളതല്ലേ? എളിമ. അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്യാൻ പോണത് ഇതെന്റെ ഒരു വീക്ക്നെസ് ആണ്, ഈ ഉപ്പിലിട്ട സാധനങ്ങൾ. ഇപ്പൊ ഇതിപ്പോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഉപ്പിലിട്ട നെല്ലിക്കയാണ്. അപ്പൊ നമ്മുടെ ഏത് സ്ഥലത്തായാലും നെല്ലിക്ക കിട്ടും. നെല്ലിക്ക കുറച്ച് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലിട പരമാവധി. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പച്ചനെല്ലിക്ക ഇട്ട് കഴിഞ്ഞാൽ ഒരു 3-4 മാസമൊക്കെ എടുക്കുക അലിയാനായിട്ട്. ചെറു ചൂടുവെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പതുക്കെ അത് വേവും. അപ്പൊ ഞാൻ തൊട്ട് നോക്കി, ഇത് നമുക്ക് ഓൾറെഡി ഇതൊക്കെ അലിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. മനസ്സിലായി? ഇത് കണ്ട, ഇത് ഓൾറെഡി നമ്മളിങ്ങനെ തോണ്ടി കഴിഞ്ഞത് പോലും. ഇതിനകത്ത് നമ്മുടെ കുറച്ച് കാന്താരി മുളക് ഇടുക, ഉപ്പിടുക, ഈ വെള്ളം, ഞാൻ ഈ പറഞ്ഞ വെള്ളം ഇടുക. അപ്പൊ അതിനകത്ത് ഒരു 1-2 ആഴ്ച കഴിയുമ്പോഴേക്കും ഈ പരിവാവും, കളറൊക്കെ ഒന്ന് മാറും. ഇതിനകത്ത് നല്ല ഫ്ലേവർ വരും. ആവശ്യത്തിൽ ഉപ്പിട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത് ചീത്തയാവും, അല്ലെങ്കിൽ പൂപ്പിലായി പിടിക്കും. കാന്താരി മുളക് അല്ലെങ്കിൽ സാധാരണ മുളക് ഇടുക. അപ്പൊ മുളകിന്റെ ഫ്ലേവറൊക്കെ നെല്ലിക്കയിൽ പിടിച്ച്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ നെല്ലിക്ക ചമ്മന്തിക്കകത്ത് നമ്മൾ വേണ്ടത് നമ്മുടെ ചെറിയ ഉള്ളി. സാധാരണ കാന്താരി മുളകാണ്, ഞാൻ അതിനകത്ത് കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോ ഒരു കളറിനും നമ്മുടെ കുക്കിംഗ് ഷോയ്ക്കല്ല, ഇത് ഗ്ലാമിനും. ശോഭ മറ്റേ ഏത് പടമായിരുന്നു വർക്ക് ചെയ്യുന്നത്? ശോഭയുടെ ഭർത്താവിന്റെ പേരെന്താ? വടക്കുനാഥൻ ദിനേശൻ. ശോഭ ദിനേശൻ പോലെ. അതേപോലെയാണ് നമ്മൾ ഒരു കളറിന് വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. ശരിക്കും കാന്താരി മുളകാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഇത് എല്ലാം കൂടി അരച്ച് ഇതിന്റെ കൂടെ ഇട്ട് കഞ്ഞിയുടെ കൂടെ കഴിക്കുമ്പോ ഉണ്ടല്ലോ സാറേ, എല്ലാം പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മള് ദോശയുടെ കൂടെ കഴിക്കണതിന് ഇത്തിരി ചാറ് വേണം. അതുകൊണ്ട് നമ്മള് ഈ തൈര് അതിന്റെ പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാവുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിന്റെ കൂടെ ദോശയുടെ കൂടെ ഇത്തിരി ചാറും കൂടി കിട്ടും. അപ്പൊ നമ്മൾ ഇന്നത്തെ പ്രിപ്പറേഷനിൽ ഈ ചമ്മന്തി, പക്ഷെ ഇപ്പൊ കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ തൈര് ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾ ഇതിന്റെ കൂടെ ചെയ്യണം.
ഇപ്പൊ ഈ ദോശയുടെ കൂടെ കഴിക്കണ കാരണം ഇത്തിരി തൈര് കൊണ്ടി വെക്കുമ്പോ ശരിയാക്കി തരാം. അപ്പൊ നമുക്കത് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഞാനിപ്പോ ഇതിനകത്തുനിന്ന് ഒരു 3 നെല്ലിക്ക, 3 അല്ല കുറച്ച് ഉള്ള നെല്ലിക്ക എടുക്കാം. കാരണം നമുക്ക് ദോശ കഴിക്കാനുള്ളതാണല്ലോ കുറച്ച്. അപ്പൊ ഇതിനകത്തൊരു 2, 4, 6 നെല്ലിക്കയുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് നമ്മൾ എടുക്കുമ്പോൾ കാന്താരി മുളക് കിട്ടുന്നുണ്ടോ. ഇങ്ങനെയാണ് ഇപ്പൊ ഇവിടുത്തെ ഇത്തിരി ഡ്യൂപ്ലിക്കേറ്റ് കാന്താരി മുളകാണ് സിംഗപ്പൂർ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെറിയ കാന്താരി മുളകാണ് ഏറ്റവും നല്ലത്. അതിനാണ് ഏറ്റവും ഫ്ലേവർ. അപ്പോൾ നമുക്ക് കിട്ടിയ കാന്താരി മുളക് നമ്മൾ ഇടുന്നു. അപ്പം അതിൻ്റെ കൂടെ ആ കാന്താരി മുളക് ഇടാം. ഈ കുറച്ച് വെള്ളവും, കാരണം അതിനകത്ത് ഈ നെല്ലിക്കയുടെ ഫ്ലേവറും ഉപ്പും എല്ലാം ഉള്ള ഒരിതാണ്. അപ്പോൾ ആ ഫ്ലേവറും കൂടി ഇടാം. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയിലൊക്കെ ഈ സാധനം ഇങ്ങനെ നമ്മളിങ്ങനെ തൊട്ട് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ചാലിച്ച് കിട്ടും. എന്നിട്ട് അതിൻ്റെ കുരു മാറ്റി വയ്ക്കാം. എന്താ തൊടുമ്പോഴേക്കും അത് അങ്ങോട്ട് അലിഞ്ഞു പോകും. അവിഞ്ഞല്ല, നീ എന്താ കഴിഞ്ഞാണോ പറഞ്ഞത്? അഴിഞ്ഞല്ല, ഇത് അലിഞ്ഞ്. ഇത് ഈ പരിവാകുമ്പോഴേ നമ്മൾ എടുക്കാവൂ കേട്ടോ. ഇതിലും ഇത്രയും സോഫ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പാടില്ല. കുറച്ചുകൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇത് കണ്ടത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു വെണ്ണ പോലെ ഇരിക്കണമെന്ന് പറയാം. ഇത് കറക്റ്റ് ആയിട്ടില്ല, വെണ്ണ പോലെ ഇരിക്കണം. ഇതിനകത്ത് ഉള്ളി കടിക്കാനായിട്ട് കിട്ടരുത്. പക്ഷെ നമുക്കിപ്പോ തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊരു കളറിനും ഗ്ലാമറിനും വേണ്ടിയിട്ടാണ് ഈ സാധനം. നമ്മുടെ കദളിപ്പഴം പോലെയാണ്, കാണാൻ രസമുണ്ട്, പക്ഷെ ടേസ്റ്റും ഇല്ല. പക്ഷെ അതാണ് കാന്താരി മുളകാണ് ഇത് നല്ലത്. ഇത് ഇടുന്നതിന്റെ മെയിൻ ഉദ്ദേശം ഒരു ഗ്ലാമർ. ഓക്കെ, ഇതിങ്ങനെ ഇട്ടു. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും നമ്മൾ കഞ്ഞിക്കാണ് കഴിക്കണമെങ്കിൽ ഇങ്ങനെ മതി. എന്റെ കയ്യിൽ കാണിച്ചതൊന്ന് ടേസ്റ്റ് ചെയ്ത്. ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഉപ്പിലിട്ട ചമ്മന്തി, ഇത്തിരി ഇത്, പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ ഇതിന്റെ കൂടെ. സാധാരണ നമ്മൾ കഞ്ഞിക്കാണ് കഴിക്കണമെങ്കിൽ ഇതിന്റെ കൂടെ ഇത്തിരി വെളിച്ചെണ്ണ കഴിക്കും. ഞാൻ തൈരും കൂടി ഇടുന്നതായിരുന്നു, ഇതിനകത്ത് വെളിച്ചെണ്ണ ഇടുന്നില്ല. സാധാരണ നമ്മൾ കഞ്ഞിക്ക് നേരിട്ട് കഴിക്കണമെങ്കിൽ ഇതിന്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. പക്ഷെ ഇനിയിപ്പോ ഇത് ദോശയുടെ കൂടെ ആയ കാരണം നമ്മളെന്താ ചെയ്യാൻ പോണേ, ഇതിന്റെ കൂടെ ചാറ് വരാനായിട്ട് നല്ല കട്ട തൈര് ഇതിന്റെ കൂടെ. ഞാൻ ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും വേണമെന്നുള്ളത് ഞാൻ ഇതുവരെ തൈരില്ലാതെ ദോശയ്ക്ക് വേണ്ടി മാത്രമായിട്ട് പറയുമ്പോൾ അത് ദോശയ്ക്ക് വേണ്ടി തൈരാണ്. നീ അതിന്റെ ടേസ്റ്റ് ആദ്യം പറ. സത്യമായിട്ട് പറയണം, കൊള്ളില്ല എന്ന് പറയണം കേട്ടോ. എന്താണ് അതിന്റെ ടേസ്റ്റ്? നീ തൈര് വേണ്ടി വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. നെല്ലിക്കയുടെ ആ ഒരു ഫ്ലേവർ ഇതുകൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യും. അരിച്ചിറങ്ങി കൂടെ മുളകിന്റെ ഫ്ലേവർ, ഉപ്പും ചേർന്നിട്ടുള്ള ഫ്ലേവർ അതിന്റെ കൂടെ അരിച്ചിറങ്ങി. അതാണ് ആദ്യത്തെ. ഇങ്ങനെയുണ്ട്. ഇതിന്റെ ദോശയോടെ കഴിക്കാൻ നല്ലതാണോ? 2-3 അടിപൊളിയാണ്. മതി. ഞാൻ എന്റെ കാർഡ് കാണിച്ചു കഴിഞ്ഞു. ഇനി നോർത്ത് ഇന്ത്യൻ കാർഡ് കാണിക്കും. അപ്പൊ ഇന്ന് എന്റെ അഭിപ്രായത്തിൽ നോർത്ത് ഇന്ത്യ വേഴ്സസ് സൗത്ത് ഇന്ത്യ ഒരു കോൺടെസ്റ്റ് ആണ്. നീ അട്ടാസിക്കൊന്നും വേണ്ട. മധ്യ കേരളക്കാരൻ പ്രോമിസ് ഡെലിവർ ചെയ്തു, ചമ്മന്തി ഉണ്ടാക്കി. ഇതിന്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? നീ നീർമാതളം നീർദോശനെ കേട്ടിട്ടുണ്ടോ? കേട്ടുള്ളൂ, കേട്ടിട്ടുണ്ട്. ഇനി കാണിച്ച നീർദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും തീയിൽ അതെന്തോ സാധനം ആദ്യം പറയാം. ഓക്കെ, ഇതാണ് നീരിൽ ഞങ്ങൾ വാർത്തെടുക്കുന്ന ദോശ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും കരിക്കിന്റെ മജ്ജയും മാംസവും കൂടി ചേർത്ത് ഞങ്ങള് നീരാക്കിയെടുത്ത ഒരു. ഞങ്ങള് സാധാരണക്കാരുടെ വില്ലേജ് ബോയുടെ ഭാഷയിൽ പറഞ്ഞാൽ കരിക്കും വെള്ളവും കരിക്കും കൂടി ചേർത്തു. അതല്ലേ മജ്ജയും മാംസം എന്നൊക്കെ നോർത്ത് ഇന്ത്യക്കാര് പറയും. അത് തന്നെ നന്നായി ഒഴുക്കി ഇപ്പൊ നമുക്ക് ശരിയാക്കി എടുക്കാം. പക്ഷെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മള് എണ്ണയാണ് ഒഴിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ എണ്ണയാണോ സൗത്ത് ഇന്ത്യൻ മദ്യമാണ്, പക്ഷെ അകത്ത് വെളിച്ചെണ്ണയാണ്. എണ്ണ പിടിക്കുന്നില്ല, കുടിക്കില്ല. അർദ്ധരാത്രിക്കും കൊട പിടിക്കുന്ന പറഞ്ഞു കേട്ടിട്ടില്ലേ? എങ്ങനെയാണോ പറഞ്ഞ അങ്ങനെ കൂളിംഗ് ഗ്ലാസ് പറഞ്ഞെങ്കിൽ ഉരിക്കോട്ടോ. വെളിച്ചം കൂടി പോയി. അങ്ങനെയൊക്കെ
അയ്യോ പണി പാളിയിലോ, എല്ലാം പൊട്ടിയിലോ, അയ്യോ പണി പാളിയിലോ, എല്ലാം പൊട്ടി, എല്ലാം പൊട്ടി പാടി പാടിയിലോ. പക്ഷെ നമ്മൾ റിക്കവർ ചെയ്തെന്ന് വെച്ചാല് അതേ എണ്ണയിലേക്ക് നമ്മൾ വീണ്ടും 2 തവി നീർദോശ ഉണ്ടോ, നീറായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 2.25 തവിയാണ് നമുക്ക് വേണ്ടത്. ഒന്ന് റൗണ്ടും മൂന്നാമത്തെ അപ്ലോസിനും വേണ്ടില്ല. അപ്ലോസിന്റെ ഒച്ച ശരിക്കും ഇപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് 2 മിനിറ്റ് കൗണ്ട് ചെയ്തോളൂ. 1 അവിടെ സമയം നോക്കാം. എന്റെ വാച്ചില്ല. 2 മിനിറ്റ് സമയം നോക്ക്. അതല്ല, ഈ അപ്ലോസിന്റെ ഒച്ച ഉണ്ടല്ലോ, സാധാരണ ഈ കോമഡി ഷോയിലൊക്കെ തമാശ പറയുമ്പോ അപ്ലോസ് ചെയ്യില്ലേ, നമുക്കതൊന്നും വേണ്ട. നാച്ചുറൽ ആയിട്ട് അടുക്കള തന്നെ അപ്ലോസ് ചെയ്യും. അതാണ് അസൽ കുക്കറി ഷോ. നമ്മൾ ഞങ്ങൾ 2 മിനിറ്റ് നോർത്ത് ഇന്ത്യയും മധ്യ കേരളവും വ്യത്യാസം ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ നമ്മൾ ഒരുമിച്ചിരിക്കും. മദ്യപിക്കുന്ന കാര്യമാകുമ്പോ ഞങ്ങൾ ഒന്നിച്ചിരിക്കും. 30 സെക്കൻഡായി. ഇപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ തന്നെ എന്താ നമ്മുടെ നാട്ടിൽ പറയുന്നത് മണക്കൂസ് എന്ന് പറയും. 1, 2 ഇതാണ് നീർദോശ എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ. കേട്ടോ, ഇത് നാട്ടിലെ ചമ്മന്തി. ഇതിന്റെ കൂടെ ഇത് നമ്മൾ എടുത്ത നാടൻ ചമ്മന്തി ഇത്തിരി ഇട്ടിട്ട് നമ്മൾ ഈ 5 സ്റ്റാർ റെസ്റ്റോറന്റിലൊക്കെ വരുമ്പോ ഇത്തിരി ഡെക്കറേഷനിലും ഷേപ്പിലൊക്കെ ഇരിക്കും. ഇതിന്റെ കൂടെ ഇതിന്റെ കൂടെ ഒന്നും വെക്കാൻ കടുക് വേണോ? ഒരു കത്തി വേണ്ടി വെക്കാം. ഇതാണ് ഞങ്ങളുടെ നീർദോശ, ചമ്മന്തി. വിചാരിച്ചത്രയും ഫ്ലോപ്പ് ആയില്ല കേട്ടോ, എവിടെയൊക്കെ എന്തൊക്കെയോ കൊള്ളാട്ടോ. അപ്പൊ ഇതേപോലത്തെ ഇനിയും കാണണമെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്